ഒരു ചെറിയ ഓഫ് ഗ്രിഡ് സോളാർ പവർ സപ്ലൈ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 180 വാട്ടിൻ്റെ സോളാർ പാനലും ചാർജ് കൺട്രോളറും ഒരു 65 AH SMF ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് തോന്നി ഒരു 1150 വാട്ടിൻ്റെ ഇൻവെർട്ടറും കൂടെ വാങ്ങിച്ചാൽ അത്യാവശ്യം കറണ്ടില്ലാത്ത സമയത്ത് ഇസ്തിരി ഇടാൻ പറ്റുമല്ലോ എന്ന് ഞാനൊന്ന് കരുതി. പക്ഷേ ഇസ്തിരിപ്പെട്ടി കുത്തി നോക്കിയപ്പോൾ എന്താ സ്ഥിതി, ഓവർലോഡ് എന്ന് പറഞ്ഞ് കട്ടായി. അപ്പോൾ ഞാൻ ഇസ്തിരിപ്പെട്ടിയുടെ റെസിസ്റ്റൻസ് നോക്കി, 48.8 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് 1084 വാട്ടാണ്. അപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് ബാറ്ററിയിൽ ചാർജ് കുറവായിരുന്നുകൊണ്ടായിരിക്കാം ട്രിപ്പായത്. വീട്ടിൽ വേറൊരു ഇസ്തിരിപ്പെട്ടി ഉണ്ടായിരുന്നു, അതും എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി, അതും ട്രിപ്പായി. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് നോക്കി 47.2 കിട്ടിയത്. അപ്പോൾ 1121 ഉണ്ട്. അപ്പോൾ ഏകദേശം 1150 ബോർഡറിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാറ്ററി വോൾട്ടേജ് കുറച്ച് കുറവാണെങ്കിൽ ട്രിപ്പ് ആവുന്നുള്ളത് മനസ്സിലാക്കാം. ഏതായാലും വേണ്ടി വന്നാലും ഒരു എമർജൻസിക്ക് ഇസ്തിരി ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ സെറ്റപ്പ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയില്ല. ഓൺലൈനായിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഇസ്തിരിപ്പെട്ടി കണ്ടു. 600 വാട്ടെന്നാണ് പറയണത്. പക്ഷേ റെസിസ്റ്റൻസ് നോക്കിയപ്പോൾ 104.2 ഉള്ളൂ റെസിസ്റ്റൻസ്. അപ്പോൾ 104.2 കൂട്ടി നോക്കുമ്പോൾ 230 വോൾട്ടാണെങ്കിൽ 508 വാട്ട് വരും. ഏതായാലും അത് കുത്തി നോക്കിയപ്പോൾ ഇൻവെർട്ടർ ട്രിപ്പ് ആവുന്നില്ല. അപ്പോൾ സമാധാനമായി, ഇസ്തിരിപ്പെട്ടി ചൂടാവുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറിയ എമർജൻസി ഇസ്തിരിയൊക്കെ കുറച്ച് നേരം കൊണ്ട് ഇട്ട് തീർക്കാൻ പറ്റുന്നതൊക്കെ പറ്റുമായിരിക്കണം. അധികമൊന്നും ഓടില്ല, കാരണം 1150 വാട്ടിൻ്റെ ഇൻവെർട്ടറും പിന്നെ 65 AH ബാറ്ററിയല്ലേ ഉള്ളൂ. അപ്പോൾ അതായത് നേരെ ഓടില്ല എന്നുള്ള ആലോചിച്ചാൽ അറിയാം.